ഹലോ. ഭയങ്കരമായിട്ട് മധുരം തിന്നാനൊരു കൊതി, നല്ല മഴ വെളിയിൽ. അപ്പം ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മധുരം കഴിച്ചോളാൻ വയ്യ. അപ്പം ഞാൻ വിചാരിച്ചു ചെറുപയർ വെച്ചിട്ട് പെട്ടെന്നൊരു പായസം ഉണ്ടാക്കിയാലോ. ഭയങ്കര അങ്ങ് വിസ്തരിച്ചൊന്നുമല്ല ഉണ്ടാക്കലല്ല, തട്ടിക്കൂട്ടൊരു പായസം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ ചെറുപയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പായസം ഉണ്ടാക്കാം. ചെറുപയർ വേവിച്ച് വെച്ചു. ചെറുപയർ പായസം ഉണ്ടാക്കാം. പാത്രം വെച്ചു. ചെറുപയർ 1.5 കപ്പ് എടുത്തിട്ട് വേവിച്ചു. നമുക്ക് ഈ പാത്രത്തിലോട്ടിടാം. പയർ വേവിച്ചതാണേ. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന പായസമാണ് കേട്ടോ. അല്ലാതെ ചെറുപയർ പായസം വെക്കുകയാണെങ്കിൽ നമ്മൾ ആക്ച്വലി മറ്റേ ഇതിൻ്റെ അലകെന്ന് പറയില്ലേ, അതായത് സ്പ്ലിറ്റ്സ്, അത് കിട്ടുമല്ലോ, അത് വെച്ചിട്ടാണ് വെക്കുന്നത്. അല്ലെങ്കിൽ ചെറുപയർ ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് പിന്നെയൊക്കെയാണ് വെക്കുന്നത് കേട്ടോ. ഇത് പെട്ടെന്നുണ്ടാകുന്ന പായസം. എനിക്ക് കുക്കിംഗ് അത്ര ഇഷ്ടമൊന്നുമല്ല, പക്ഷേ അത്യാവശ്യം നല്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ മോക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ കുക്കിങ്ങിന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതും എപ്പോഴും അടുക്കളയിൽ കിടക്കുന്നതൊന്നും ഇഷ്ടമേ ഇല്ലാത്ത കാര്യമാണ്. പിന്നെ പക്ഷേ എനിക്ക് മോളൊക്കെ വരുമ്പോൾ ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാനായിട്ട്. ഇപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കാണെങ്കിൽ എന്തെങ്കിലും തട്ടിക്കൂട്ടായിരിക്കും. എന്നാലും അത്യാവശ്യം രുചി വേണം കേട്ടോ എനിക്ക് കഴിക്കുന്നതിന്. വെറുതെ എന്തെങ്കിലും അങ്ങനെ കഴിക്കാൻ താല്പര്യമില്ല. ഒരു കൂട്ടാനാണെങ്കിലും അത്യാവശ്യം രുചിയുള്ളതായിരിക്കും ഇഷ്ടം. കുറച്ച് കൈപ്പുണ്യമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇനി കുറച്ച് ശർക്കര എടുത്ത് ഉരുക്കി അരിച്ചു വെച്ചതാണേ. ഇതിനെ നമുക്ക് പയറിലോട്ടൊഴിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി ശർക്കരയും പയറും കൂടെ മിക്സ് ചെയ്യട്ടെ. ഇതിനിടയ്ക്ക് ഞാൻ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. കാര്യം എൻ്റെ കസിൻസ് ഓണത്തിന് ഞങ്ങൾക്ക് നമ്മുടെ കുടുംബ വീട്ടിൽ വെച്ചാണ് ഇപ്രാവശ്യം ഞങ്ങളുടെ കുടുംബയോഗം. അതിന് ഞങ്ങളുടെ തിരുവാതിരയൊക്കെ ഉണ്ട്. അതിൻ്റെ സാരിയുടെയൊക്കെ ഡിസ്കഷനാണ്. എല്ലാവരും വീഡിയോ കോളിൽ വന്നതാട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണോ നോക്ക്, എനിക്ക് കുഴപ്പമില്ല. മെറൂണോ പച്ചയോ കിട്ടിയാൽ കൊള്ളാം. അപ്പോൾ ശർക്കരയും പയറും കൂടെ കിടന്ന് തിളക്കുകയാണ്. ചെറിയ തീയിലിടണം. ഇനി നമുക്കൊരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം, അടുക്കി പിടിക്കാതിരിക്കും. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം ശർക്കരയും പയറും കൂടെ കളന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശർക്കരയും പയറും തമ്മിലൊരു ബന്ധം ഉരുത്തിരിഞ്ഞ് വരണം. കാര്യം ഇല്ലെങ്കിൽ രണ്ടായിട്ടിരിക്കാൻ അത് പിടിക്കണ്ടേ. അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട്, ഇതൊക്കെ എൻ്റെ കുക്കിങ്ങാണ്, ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ. ഏകദേശം ഇങ്ങനെ ഒരു കുഴഞ്ഞ പരുവം ആവുമ്പം നമുക്കിനി തേങ്ങാപ്പാൽ ഒഴിക്കണം. ആദ്യം 2 പാലാണ് ഒഴിക്കുന്നത്. അപ്പം നമുക്ക് തേങ്ങാപ്പാൽ ഇച്ചിരി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ഒഴിച്ചെടുക്കാൻ മറന്നുപോയി. കുക്കിംഗ് വ്ളോഗ് എടുത്ത് വലിയ പരിചയമില്ല. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ വന്നാൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇനി 1 പാൽ ഒഴിക്കാം കേട്ടോ. അപ്പോൾ അതായത് ഞാൻ 1 പാൽ എടുത്ത് വെച്ച് ഇനി ഇതിലോട്ട് ഒഴിക്കാൻ പോവാം. ഒഴിച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ അധികം അങ്ങ് തിളപ്പിക്കേണ്ട. കഴിഞ്ഞു പരിപാടി, നിർത്തി, ഓഫ് ചെയ്യുക. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഒക്കെ വറുത്തിടേണ്ടതാണ്. പക്ഷേ എൻ്റെ കയ്യിലാകെ ഇത് മാത്രമേ ഉള്ളൂ, ഉണക്കമുന്തിരി മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ നെയ്ക്കകത്തത് വറുത്തിടുന്നു. ആക്ച്വലി നെയ്യ് ചൂടാക്കിയ വീഡിയോ എടുത്തു, അതിനകത്ത് മുന്തിരിങ്ങ ഇടുന്ന വീഡിയോ എടുത്തു എന്ന് വിചാരിച്ചു, പക്ഷേ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ക്ഷമിക്കണം. ഇനി നമുക്ക് ഇത് പായസത്തിലോട്ടൊഴിക്കാം. ഇപ്പോൾ പായസം റെഡി. നല്ല ആവി പറക്കുന്ന പായസം കണ്ടോ. ഇത്തിരി മധുരം കുറവുണ്ട് കേട്ടോ. നിങ്ങൾ കുറച്ച് ശർക്കര കൂടുതലിട്ടോ. അപ്പോൾ ശരി, ഇനി ഞങ്ങൾ പായസം കുടിക്കട്ടെ കേട്ടോ. ബൈ.